നമസ്കാരം, ഞാൻ ഡോക്ടർ ജെമിനി ജോർജ്, പാലാ മാർസ്ലിവ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോളജി കൺസൾട്ടൻ്റാണ്. സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. ഇനി മാതാപിതാക്കൾ ഏറ്റവും കൂടുതലായി കേൾക്കാൻ സാധ്യതയുള്ള ഒരു പരാതികളിലൊന്നാണ് തലവേദന. കുട്ടികളുടെ തലവേദനയെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്താലോ? കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും തലവേദന പ്രധാനമായും 2 തരമാണുള്ളത്. പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും. പ്രൈമറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ വരുന്ന തലവേദനയാണ് നമ്മൾ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. കുട്ടികളിൽ അതിൽ പ്രധാനമായും കാണുന്നത് 2 തരമാണുള്ളത്. ഒന്ന് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, രണ്ടാമത്തേത് മൈഗ്രെയിൻ. വേറെ പലതരം തലവേദനകളും പ്രൈമറി ഹെഡേക്ക് ഉണ്ടെങ്കിലും കുട്ടികളിൽ സാധാരണമായും ഈ 2 തലവേദനകളാണ് കാണുന്നത്. ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് ഇവയൊക്കെ മൂലം സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായി കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. അത് തലയുടെ 2 വശങ്ങളിലും നമ്മൾക്കൊരു വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം പോലെ അനുഭവപ്പെടുന്ന ഒരു തലവേദനയാണ് ഈ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. രണ്ടാമതായി കുട്ടികളിൽ ഏറ്റവും കോമൺ ആയി കാണുന്നതാണ് മൈഗ്രെയിൻ. സാധാരണ നമ്മൾ അതിനെ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ കൊടിഞ്ഞി എന്ന് പറയും. മൈഗ്രെയിൻ തലവേദന പ്രധാനമായിട്ടും നമുക്ക് തലയുടെ ഏത് വശത്തും 2 വശത്ത് ഇരുവശത്തും മാറി മാറി തലവേദന വരാം. ഏത് ഭാഗത്ത് വേണമെങ്കിലും തലവേദന വരാം. തലവേദനയുടെ കൂടത്തിൽ വെളിച്ചത്തിൽ നോക്കാനുള്ള പ്രയാസം, ശബ്ദം കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഓക്കാനം, ഛർദി ഇവയൊക്കെയും വരാറുണ്ട്. പലപ്പോഴും കുട്ടികൾ തലവേദന വന്നു കഴിയുമ്പോൾ, മൈഗ്രെയിൻ ഹെഡേക്ക് വന്നു കഴിയുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു റൂമിൽ ഒറ്റയ്ക്ക് കതകടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സൗണ്ടൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. ഈ മൈഗ്രെയിൻ തലവേദനയിൽ അതിന് മുൻപേ ആയിട്ട്, തലവേദന വരുന്നതിന് മുൻപേ ആയിട്ട് കണ്ണിന് ചുറ്റും വട്ടം വട്ടം പോലെയോ അല്ലെങ്കിൽ കണ്ണിൽ കാഴ്ച മങ്ങിപ്പോകുന്നത് പോലെയോ അല്ലെങ്കിൽ കൈകാലുകൾക്ക് മരപ്പോ പെരുപ്പോ അങ്ങനെയൊക്കെയും അനുഭവപ്പെടാറുണ്ട്. അതിനെ നമ്മൾ ഓറ എന്ന് പറയും. അപ്പോൾ ചിലർക്ക് തലവേദനയ്ക്ക് മുന്നേ ഈ ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷമായിരിക്കും തലവേദന തുടങ്ങുന്നത്. തലവേദന വന്നാൽ അത് കുറച്ച് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. പലപ്പോഴും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഈ തലവേദന മാറാറുമുണ്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് കുട്ടികളിൽ വരുമ്പോൾ സാധാരണ കോമൺ ആയിട്ട് അവരുടെ മാതാപിതാക്കൾക്കോ ഫാമിലിയിൽ ആർക്കെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററിയും മൈഗ്രെയിൻ ഹെഡേക്കുള്ള കുട്ടികളെ കാണാറുണ്ട്. ഇത് രണ്ടാണ് പ്രധാനമായിട്ടും പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾക്ക് അടുത്ത തരം തലവേദന കുട്ടികളിലുള്ളതാണ് സെക്കൻഡറി ഹെഡേക്ക്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും കാരണത്തിന് ഭാഗമായിട്ട് വരുന്ന തലവേദന. അതായത് ഉദാഹരണത്തിന് നമ്മൾക്ക് സൈനസൈറ്റിസ് വരുന്നു, അതല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങൽ വന്നിട്ട് കാഴ്ചയ്ക്ക് റിഫ്രാക്ടറി ഇറൈസ്, കാഴ്ചയ്ക്ക് ഇപ്പം ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ്, കണ്ണിൻ്റെ സ്ട്രെയിൻ കാരണം കുട്ടികളിൽ തലവേദന വരാം. അതല്ലെങ്കിൽ തലച്ചോറിനുള്ള അണുബാധ, അത് മെനിഞ്ചൈറ്റിസ് കാരണം, തലയ്ക്കുള്ളിൽ വളരുന്ന ട്യൂമർ ഗ്രോത്തുകൾ കാരണം വരാം, അല്ലെങ്കിൽ തലച്ചോറിലെ രക്തസ്രാവം കാരണം വരാം. ഇങ്ങനെ മറ്റ് കാരണങ്ങൾ കാരണം വരുന്ന തലവേദനയ്ക്കാണ് നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത്. ഈവൻ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നാലും അതിൻ്റെ പാർട്ടായിട്ടും തലവേദന വരാം. അപ്പം ഇത്തരം സെക്കൻഡറി ഹെഡേക്സ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കാരണം എന്താണ്, അതിൻ്റെ മൂല കാരണം എന്താണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി തലവേദനയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. തലവേദനയ്ക്ക് പ്രധാനമായിട്ടും 2 രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഒന്ന്, കുട്ടികളിലെ ഈ മൈഗ്രെയിൻ ഹെഡേക്കിന് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ, പിന്നെ ഒപ്പം മരുന്നുകളും. അപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ പ്രധാനമായിട്ടുള്ളത് അവർക്ക് ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. മൈഗ്രെയിൻ ഹെഡേക്ക് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ട്രിഗർ ചെയ്യുന്ന നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 6 തൊട്ട് 7 മണിക്കൂർ തുടർച്ചയായിട്ട് അവർക്ക് ഉറക്കം കിട്ടണം. പിന്നെ നമ്മൾക്ക് പ്രോപ്പർ സമയാസമയങ്ങളിൽ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക. ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ചില ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കോഫി യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ചീസ് ചെന്നാൽ, ചിലർക്ക് ചോക്ലേറ്റ്, ഐസ്ക്രീം, അധികം തണുത്ത ഭക്ഷണം ഇവയൊക്കെ ചെന്നാൽ തലവേദന ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. ചില സ്മെല്ലടിച്ചാൽ തലവേദന വരാം. അപ്പം എന്താണോ ട്രിഗർ ചെയ്യുന്ന കാരണം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മളൊരു ഹെഡേക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക.
അതായത് തലവേദന ഏതൊക്കെ ദിവസങ്ങളിൽ വരുന്നു, അപ്പോൾ അന്ന് പതിവില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും, ഇപ്പം യാത്ര ചെയ്ത് വെയിലത്ത് യാത്ര ചെയ്തതിന് ശേഷമാണോ തലവേദന വരുന്നത്, അല്ലെങ്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്തപ്പോഴാണോ, ഉറക്കം ശരിയാകാത്തപ്പോഴാണോ, അങ്ങനെ എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഒരു മാസത്തിൽ എത്ര വട്ടമൊക്കെ തലവേദന വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു മാസത്തിൽ 3 4 അതിൽ കൂടുതലോ പ്രാവശ്യം തലവേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻസ്, ടാബ്ലറ്റുകൾ കുറച്ച് നാളത്തേക്ക് കഴിക്കേണ്ടി വരും. അതായത് ഒരു 3 തൊട്ട് 6 മാസം വരെ തുടർച്ചയായിട്ട് നമ്മൾക്ക് മരുന്ന് കഴിക്കണം. ഒപ്പം ഈ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മൈഗ്രെയിൻ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. മറ്റ് കാരണങ്ങൾ ഞാൻ പറഞ്ഞ സെക്കൻഡറി ഹെഡേക്കിൽ മൂലമുള്ള തലവേദനയാണെങ്കിൽ അതിനെ നമ്മൾ ശരിയായ ടെസ്റ്റുകൾ നടത്തി, MRI സ്കാനോ ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ നടത്തി അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ടും കുട്ടികളിൽ കാണുന്ന തലവേദനയുടെ തരങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. കുട്ടികൾക്ക് തലവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം. അതായത് തലവേദന വരുമ്പോൾ അതിലെ റെഡ് ഫ്ലാഗ് സൈൻസ്, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുക, പിന്നെ തലവേദന കാരണം രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, അതല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴേ തലവേദനയോ ഛർദിയോ വരിക, അതല്ലെങ്കിൽ തലവേദനയുടെ ഒപ്പം തന്നെ കാഴ്ച മങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഫിറ്റ്സ് വരിക, ഒരു വശത്തിന് ബലക്കുറവ് വരിക, കണ്ടിന്യൂസ് ആയിട്ട് ഛർദിൽ വരിക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതാണ്, ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടിയുള്ള, തീരെ ചെറിയ കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊക്കെ ചിലപ്പോൾ തലവേദനയുടെ സ്വഭാവം വ്യത്യാസമുണ്ടായിരിക്കും. അവർക്ക് പലപ്പോഴും ഇടവിട്ടുള്ള ഛർദിയോ അല്ലെങ്കിൽ വയറുവേദനയോ ഒക്കെ ആയിട്ടായിരിക്കും ഈ മൈഗ്രെയിൻ പ്രസൻറ്റ് ചെയ്യുക. അതിനെ നമ്മൾ സൈക്ലിക് വോമിറ്റിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ അബ്ഡോമിനൽ മൈഗ്രെയിൻ എന്ന് പറയും. അപ്പം തീരെ ചെറിയ കുട്ടികളിൽ ചിലപ്പോൾ ഇടവിട്ടുള്ള ഛർദിലോ വയറുവേദനയോ വന്നാലും അതും നമ്മൾ മൈഗ്രെയിൻ്റെ വേറൊരു ഫോം ആണോ എന്നുള്ളതും വർക്കപ്പ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതൊക്കെയാണ് തലവേദനയെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇതൊക്കെയാണ് ഇപ്പോൾ തലവേദനയുടെ പ്രധാനപ്പെട്ട തരങ്ങളും ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും ഞാൻ പറഞ്ഞു തന്നാണ്. അപ്പോൾ തലവേദന നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് തലവേദന ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജാഗ്രത പുലർത്തേണ്ട സന്ദർഭങ്ങളിൽ എന്തെങ്കിലും അലാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. തലവേദന നമ്മൾക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യങ്ങളാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു സ്കൂൾ വർഷം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.